രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അവർ പറയൽ പല ആളുകൾ കുട്ടികൾക്കും ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കുറവുണ്ട്. ബിസിനസ്സിൽ പ്രസിഡന്റ് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ബിടെക്കിന് പഠിച്ച സമയത്ത് എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് 4 മൊഡ്യൂൾ തീർക്കുന്ന റിസ്ക് ഒന്നും ഇതുവരെ എൻ്റെ ബിസിനസ്സിൽ ഞാൻ നേരിട്ടിട്ടില്ല. ഒരു എംടെക്കുകാരൻ സിവിൽ എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ളൊരു ഫുഡ് ബ്രാൻഡ് ഉണ്ട്, പേര് മൗസി എന്നാണ്. എൻ്റെ സുഹൃത്തും മൗസി അവിൽ മിൽക്ക് ബ്രാൻഡിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO അസർ ഭായ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. അസർ ഭായ്, എന്തുണ്ട് വിശേഷം? സുഖം. എംടെക് കഴിഞ്ഞിട്ട് ഷിംല കൂൾബാർ ഫാദർ തുടങ്ങിയല്ലേ? അതെ, ഫാദർ തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? മൗസിയിലേക്ക് എത്തി ഏകദേശം ഒരു 30-ലധികം ബ്രാഞ്ചുകൾ ഇന്ത്യയിലും വിദേശത്തും, ദുബായിലുണ്ട്, സൗദിയിലുണ്ട് അല്ലേ? GCC കൺട്രീസിലേക്ക് എക്സ്പാൻഷനിലേക്ക് പോവാണ്. എങ്ങനെയുണ്ട് യാത്ര? ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മീൻസ് എന്താ ഇപ്പൊ ഞാൻ ചോദിക്കാം, കാരണം ഞാൻ ഈ ഫുഡ് ഫസ്റ്റത്തെ ബ്രാഞ്ച് ഉണ്ടല്ലോ നമ്മളുടെ പെരിന്തൽമണ്ണത്, ആ ബ്രാഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഫസ്റ്റ് ഓപ്പണിംഗ് അന്ന് ഫുഡ് കഴിച്ചാളാ ഞാൻ, അവിൽ മിൽക്ക് കഴിച്ചാളാ ഞാൻ. അപ്പൊ അന്ന് നല്ല അടിപൊളി കോൺസെപ്റ്റ് അല്ലോ, ഇതാരാ തുടങ്ങി? അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഫൈസൽ അവൻ പറഞ്ഞത് ഇത് അസർ സിംല കൂൾബാറിന്റെ ആള് തുടങ്ങിയാണ്, എന്തായാലും അടിപൊളി ആവും എന്നുള്ളൊരു തോന്നല്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഏകദേശം ഒരു 3 വർഷം കൊണ്ട് അല്ലേ, 3-4 വർഷം കൊണ്ട് 30 ബ്രാൻഡുകളായി, ഇന്ന് കോടികൾ ടേൺ ഓവർ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? ലൈക്ക് എന്താണ് അതിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം? എത്താനുള്ള കാരണം 1985 ഫാദർ സിംല കൂൾബാർ തുടങ്ങുന്നത്. പിന്നീട് 2001 മരണശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ അത് ഏറ്റെടുത്തു. എൻ്റെ ബ്രദർ ആ ഷോപ്പ് ഏറ്റെടുത്തു. പിന്നീട് 2017 ബ്രദർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്, മൗസിയിലേക്ക് ഇറങ്ങുന്നത്, സിംല കൂൾബാറിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ സിംല കൂൾബാറിൽ 2 വർഷം ബിസിനസ് ചെയ്തു. ആ ഷോപ്പ് പൊളിക്കേണ്ടി വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്ലാൻ ചെയ്തതായിരുന്നു മൗസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. മൗസി ഞാൻ പലപ്പോഴും എനിക്ക് നിങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും, ഏകദേശം ഈ പറഞ്ഞ പോലെ മൗസി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു മൗസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്? ഇന്നിപ്പോൾ ഒരു കോടികൾ ടേൺ ഓവർ ഉള്ള ബിസിനസ് ഉള്ള ഒരു കമ്പനിയാണ്. മൗസിയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ സ്വപ്നം തന്നെയാണ് മൗസിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വപ്നം, ഡ്രീമാണ്. അതെ, അതായത് അസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കണ്ട സ്വപ്നമാണ് ഇന്ന് മൗസി അല്ലേ? അതിന്റെ മുമ്പ് സിംല കൂൾബാർ ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് അതൊരു ആസ്പെറ്റോസ് ഒക്കെ ഇട്ട ഒരു ഷോപ്പ് ആയിരുന്നു. ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടിക്കട, ആ ഒരു ഷോപ്പ് ആയിരുന്നു. ആ ഷോപ്പ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് അതിലൊരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി. എനിക്ക് പുതിയൊരു കരിമ്പ് ജ്യൂസ് മെഷീനും വേണം, അതേപോലെ തന്നെ ആസ്പെറ്റോസ് ഒക്കെ മറിച്ച് നല്ലൊരു സീലിങ്ങും ചെറിയൊരു രീതിയിൽ ഇന്റീരിയർ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ഞാൻ 8 താത്താരുണ്ട്. 8 താത്താരും ഒരു ബ്രദറും, ഞാൻ ഒരു 10ാമത്തെ മോനാ. 8 താത്താര അനിയനാ? അതെ, ഞാൻ 10ാമത്തെ മോനാ. അതെ, കുഞ്ഞനിയൻ. അപ്പൊ ഇത് താത്താരിൽ നിന്നൊക്കെ കുറച്ച് പൈസ കടം വാങ്ങി 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി, കരിമ്പ് മെഷീൻ വാങ്ങി ബാക്കി പൈസ കൊണ്ട് ഷോപ്പ് ഇന്റീരിയർ ഒക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങി. അതിൽ ചെറിയ സേവിങ്സ് ഉണ്ടാക്കി ഒരു 6 ലക്ഷം രൂപ കൊണ്ടാണ് പിന്നീട് നമ്മൾ മൗസി ആ ഷോപ്പ് പൊളിച്ചപ്പോൾ മൗസി തുടങ്ങി. ഒരു 1.5 ലക്ഷം രൂപയില് ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് മൂടി കൂട്ടി ആസ്പെറ്റോസിന്റെ ആ ഒരു ഷോപ്പൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് മൗസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് 2 വർഷം കഴിഞ്ഞ്. ഇപ്പം മഞ്ഞ കളർ കണ്ടു കഴിഞ്ഞാല് മഞ്ഞയും പച്ചില്ലേ? അതെ, ആ കളർ കണ്ടു കഴിഞ്ഞാൽ ആർക്കും വെക്കുന്നത് ഇത് മൗസിയാണ്. അപ്പൊ അതിന് ശേഷം ഞാൻ 2-3 ഷോപ്പ് കണ്ട് സെയിം സിമിലർ ചെറിയ വേർഡൊക്കെ മാറ്റിയിട്ട് തുടങ്ങിയിട്ട് കോപ്പി ചെയ്ത് കുറെ ബ്രാൻഡുകളുണ്ട് അവിൽ മിൽക്കിന്റെ. സോ അവിൽ മിൽക്കിനെ ലോകത്തിൽ ആദ്യമായിട്ട് ബ്രാൻഡ് ആക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് അതാണ് മൗസി അല്ലേ? കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ശരിക്കും നമുക്ക് അവിൽ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കൂലല്ലോ, ഫുഡിന് പകരം എന്താണ് നമ്മൾ അവിൽ മിൽക്കല്ലേ കൂടുതലും. അപ്പം ഞാൻ അസർബൈൻ്റെ ഒരു വീഡിയോ ഉണ്ട്, BN9 എന്തോ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫുഡിന് പകരം ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ, മൗസി ഉള്ളപ്പോൾ ഇനി ഊണെന്തിന് മൗസിക്ക് ഊണിന് പകരം മൗസി എന്നുള്ളൊരു ടാഗ് ലൈൻ അല്ലേ? ലൈക്ക് എനിക്ക് ശരിക്കും ഞാൻ പ്രൗഡാണ്. നമ്മൾ ഇന്ന് ഏകദേശം എല്ലാ കോളേജുകളിലും ഇപ്പം പോയി ഈ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ലൈക്ക് ഒരു ഓൺട്രപ്രണർ നിലയിൽ എന്താണ് ഫീൽ? ലൈക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? സന്തോഷം. പല കോളേജിൽ ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ 18ഓളം കോളേജിൽ പോയി. അതിൽ ഏറ്റവും അഭിമാനമായിട്ട് തോന്നിയത് എൻ്റെ സ്വന്തം കോളേജായ ME എഞ്ചിനീയറിംഗ് കോളേജ് എന്നെ ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന് വിളിച്ചു.
അത് വലിയൊരു അഭിമാനമായിരുന്നു. പഠിച്ച കോളേജിൽ അതെ ഗസ്റ്റ് ആയിട്ട് പോകാൻ അതെ പറ്റി. അത് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പല കോളേജുകളിലും നമ്മൾ പോകുമ്പോൾ അവർ ചോദിക്കല് എങ്ങനെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഷോപ്പുകൾ തുടങ്ങാം, ഉം. ആ ഒരു ചോദ്യം വരാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അവർ പറയല് പല ആളുകൾ കുട്ടികൾക്കും ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കുറവുണ്ട്. അതിനവർ പറയുന്ന ഒരു കാരണം ഇതിൽ റിസ്ക് കൂടുതലാണ്. ഉം. നമ്മളെ റിസ്ക് ഉണ്ടോ? റിസ്ക് ഇല്ല, പക്ഷെ നമ്മളെ പേരൻസും ആ. റിസ്ക് എല്ലാ ബിസിനസ്സിനും അല്ലെങ്കിൽ ഏതൊരു ജോലിക്കും എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ സമൂഹമാണെങ്കിലും നമ്മുടെ പേരൻസ് ആണെങ്കിലും പറഞ്ഞു വെച്ചൊരു സംഭവം റിസ്ക് കൂടുതലാണ്, കൂടുതലാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്, റിസ്ക് കൂടുതലാണ്. പണിയാണ്. ഞാനും കേട്ട സംഭവം അത് തന്നെയായിരുന്നു. ഉം. പക്ഷെ ഞാൻ അതുകൊണ്ടാണോ ഗവൺമെന്റ് ജോലിക്ക് പോയെ? അത് റിസ്ക് തീർച്ചയായും ഉണ്ടായതാണോ? തീർച്ചയായും കാരണം ഗവൺമെന്റ് ജോലി ഭയങ്കര സുഖമാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അപ്പോൾ ഞാൻ ഒരു വർഷം സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഒരു വർഷം ഓഫീസിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഉം. അതേപോലെ തന്നെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. Okay. ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ജോലി ചെയ്ത എനിക്ക് അന്നും ഞാൻ ഈ റിസ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ബിസിനസ്സിൽ മാത്രമല്ല ജോലിയിലും റിസ്ക് ഉണ്ട്. വിദ്യാഭ്യാസത്തിൽ റിസ്ക് ഉണ്ട്. ഉണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 4 മൊഡ്യൂൾ എഴുതിയെടുക്കേണ്ട റിസ്ക് ഒന്നും എനിക്ക് ബിസിനസ്സിൽ വന്നിട്ടില്ല ഇല്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ബിസിനസ്സിൽ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആലോചിക്കാറാ, ആ. എൻ്റെ ബിടെക്കിന് പഠിച്ച സമയത്ത് എക്സാമിന്റെ 2 ദിവസം മുമ്പ് 4 മൊഡ്യൂൾ തീർക്കുന്ന റിസ്ക് ഒന്നും ഇതുവരെ എൻ്റെ ബിസിനസ്സിന് ഞാൻ നേരിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആലോചിക്കും അന്നത്തെ ആ സമയം ആ പഠിച്ച 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്തത് പോലെ ഈ സമയം കടന്നു പോകും. അതെ അതെ. എന്ത് ചാലഞ്ചസ് വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതെ അത് ഈ പറഞ്ഞ നമ്മളെ ഈ പഠിത്തങ്ങളും ഈ പറഞ്ഞ ജോലികളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായിട്ടും. അപ്പം ഒരു മൗസി എന്ന ബ്രാൻഡിന് ആളുകള് ഞാൻ കഴിക്കുന്ന അല്ലെങ്കിൽ മൗസിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾക്ക് നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തിരൂരും തുടങ്ങി. എൻ്റെ നാട് തിരൂരാണ്. തിരൂര് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരൂര് വന്നാൽ എന്തായാലും ക്ലിക്കാവും. കാരണം എന്താ അറിയോ, തിരൂരുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവൽ മിൽക്ക് തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ സാധനമാണ്. അതൊരു ബ്രാൻഡ് കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഞാൻ എനിക്ക് എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഫാമിലിയോട്ട് പല വട്ടം ഞാൻ മൗസിൽ പോയിട്ടുണ്ട്. കാരണം പെരിന്തൽമണ്ണ ആകെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ മഞ്ചേരി ഉണ്ട്. ഇപ്പം ഓൾ കേരള ഇപ്പം എത്ര ബ്രാഞ്ച് ഉണ്ട് നമുക്ക്? ഓൾ കേരള 27. എങ്ങനെ ഇപ്പം എല്ലാത്തിലും അത്യാവശ്യം നല്ല ഫുഡ് അൽഹംദുലില്ലാ നമ്മള് പുറത്തെ ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഒരുവിധം മാളുകളിലൊക്കെ ലുലു, ഹൈലൈറ്റ് മാള്, RP മാള്, വൈ മാള്, അങ്ങനെ ഒരുപാട് കേരളത്തിൽ ഒട്ടുമിക്ക മാളുകളിലേക്കും എത്തി. പിന്നെ GCCയിലാണെങ്കിൽ അബുദാബിയിൽ നമുക്ക് 5 ഔട്ട്ലെറ്റുകളുണ്ട്. അബുദാബിയിൽ 5 ഉണ്ട്. സോറി അബുദാബി മാറ്റി. UAE നമുക്ക് 5 ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ അബുദാബി ഉണ്ട്, ഷാർജ ഉണ്ട്, ദുബായ് ഉണ്ട്. അബുദാബിയിലെ ഏറ്റവും വലിയ മാളുകളൊന്നായ മുഷിഫ് മാളിലുണ്ട്. അതെ. ഖത്തറില് ദോഹയിലുണ്ട്, സൗദിയില് റിയാദിലുണ്ട്, ജിദ്ദയിലുണ്ട്. അതായത് GCC കൺട്രീസ് ഏകദേശം കവർ ചെയ്തു. തീർച്ചയായും. അതായത് ആസ്പെറ്റോസ് ഇട്ടത് ഒരു ഷോപ്പിൽ നിന്നും തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ഇന്ന് GCCയിലെ ഏറ്റവും വലിയ മാളുകളിൽ വരെ നമ്മളുടെ മൗസി എന്ന ബ്രാൻഡ് എത്തി. സോ അതിലൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു ഓണ്ടർപ്രണർ നിലയ്ക്ക് ഒരുപാട് എനിക്കൊന്ന് കൂൾ കെയിൻ എന്ന ബ്രാൻഡിന് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. മൗസിന്റെ തന്നെ അടുത്തൊരു സിസ്റ്റർ കൺസേൺ ആയിട്ടാണ്. നിങ്ങൾ തന്നെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സെയിം ടീം തന്നെയാണ്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ 985 മുതൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്. ഞങ്ങൾക്ക് അറിയാതെ എവിടെ നിന്ന് കിട്ടണം. അതേമാതിരി ഞങ്ങൾ തോട്ടങ്ങളുണ്ട്. നമ്മൾ ഓൺ തോട്ടങ്ങൾ എടുത്തിട്ട് നേരെ ഡയറക്റ്റ് ഫീൽഡ് ടു ഗ്ലാസ്. അതാണ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യേണ്ടിട്ട്. അപ്പം കൂൾ കെയിൻ എന്നോട് ആ കോൺസെപ്റ്റ് നല്ലൊരു പരിപാടിയാണ്. കാരണം ചെറിയ പോർട്ടബിൾ ആയിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ആർക്കും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് ഉള്ള ഒരു ബിസിനസ്. തീർച്ചയായിട്ടും അതും സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദെൻ ഇപ്പം ഞാൻ കേട്ടു നിങ്ങൾ ഡെയിലി ദിവസേന നമുക്ക് ഏകദേശം 40ഓളം ഫ്രാഞ്ചൈസി കോളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അത് നിങ്ങൾ ഫ്രാഞ്ചൈസിക്ക് എങ്ങനെ ചെയ്യാൻ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്? ഇല്ല, നമ്മൾ ഇതുവരെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്നിട്ടും ഇങ്ങനെ കോള് വരാനുള്ള ഒരു കാരണമായിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? ആളുകൾക്ക് പല ഫ്രാഞ്ചൈസി കോളുകളും വരാറ് നമ്മളെ ഷോപ്പിലെ ക്രൗഡ് കണ്ടിട്ട് ആളുകൾ വരും. ഇതെന്താന്ന് അറിയാനായിരിക്കും ഫസ്റ്റ് ആളുകൾ വരും. ഇത് കഴിക്കുമ്പോൾ ഫസ്റ്റ് സിപ്പ് തന്നെ ഇവർക്ക് ഇതിന്റെ എന്തുകൊണ്ടാണ് ഷോപ്പിലെ ക്രൗഡ് എന്നതിന് ഉത്തരം കിട്ടും. അപ്പൊ അടുത്ത ചോദ്യം ഇതിന് ഫ്രാഞ്ചൈസി തരും. അവരെ നമ്മളെ കോണ്ടാക്ട് നമ്പർ വാങ്ങും, അവരുടെ സുഹൃത്തുക്കളിലേക്ക് എത്തും. അപ്പൊ പല ഭാഗത്തുനിന്നും നമുക്ക് എൻക്വയറി ഉണ്ട്. ഈവൻ ലണ്ടൻ, ഖത്തർ, സൗദി,
കുവൈത്ത്, ബഹ്റൈൻ, ഒരുവിധം GCC രാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാം ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഇപ്പം ഉപ്പം എന്ത് ചെയ്യുന്നത്? ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. 2021 മരണം. വേറെ ബ്രദേഴ്സ് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ബിസിനസ്സിൽ? ബ്രദേഴ്സ് ഇപ്പൊ ബിസിനസ്സിലില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് അദ്ദേഹം ബിസിനസ് കുറച്ച് വിട്ടു നിൽക്കുകയാണ്. ആണല്ലേ? താത്താരൊക്കെ എന്ത് പറയണേ? എന്തായാലും എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പൊ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിലുള്ള ഏറ്റവും ഫേസ് ചെയ്തുള്ള ഒരു ചലഞ്ചസ് എന്തായിരുന്നു ആക്ച്വലി നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 വർഷം അല്ലേ? 4 വർഷമായി. എന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ബ്രദർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ബിസിനസ് ഇറങ്ങുന്നത്. അത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം. കാരണം അവർക്ക് ആ സിംല കുർബാറുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എന്റെ 8 താത്താരി കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് എന്റെ വാപ്പ ഈ ഷോപ്പിലത്തെ കച്ചവടം ചെയ്തിട്ടുണ്ട്, സിംലിന്ന്. അപ്പൊ അത് അനാഥമായിട്ട് കിടക്ക ബ്രദർ ഇല്ല. അപ്പൊ ഇത് അനാഥമായി കിടക്കുമ്പോ അവരെ ഉമ്മാന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് നിർത്തി ബിസിനസ് ഇറങ്ങാന്നുള്ള ഒരു പ്ലാനില് എത്തിയത് ആ സമയത്തായിരുന്നു. ഒരു ഫാമിലിന്റെ അത്താണിയായിരുന്നു ഷിംല കുർബാർ. തീർച്ചയായും അതങ്ങനെയായിരുന്നു. അടിപൊളി. അപ്പൊ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സില്ല ഉണ്ടായിരുന്നില്ല. ഞാൻ ഉമ്മ പറയുമ്പോ എനിക്ക് വളരെ വിഷമം തോന്നിയിരുന്നു. കാരണം നമ്മൾ ഇത്രയും പഠിച്ചത് നാരങ്ങാളം വിൽക്കാനോ കരിമ്പ് ജ്യൂസ് വിൽക്കാനോ അവൽ മിൽക്ക് വിൽക്കാനോ അല്ല. എംടെക്കും മാസ്റ്റർ ഡിപ്ലോമയും ഒക്കെ എടുത്തത് നല്ലൊരു എഞ്ചിനീയർ ആണോ, നല്ലൊരു ഇത് ഉണ്ടാവണം. പക്ഷെ അന്നും എന്റെ പാഷൻ നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കൊടുക്കുക, ഉണ്ടാക്കുക. ഞാൻ കുക്ക് ചെയ്യും. അപ്പൊ എന്റെ പാഷൻ അതിലായിരുന്നു. പക്ഷെ നമുക്കൊരു സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. പാഷനാണോ വേണ്ടത്, പ്രൊഫഷനാണോ വേണ്ടത്? പ്രൊഫഷൻ എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് നമ്മള്? ഞാൻ 24 വയസ്സിൽ. 24 വയസ്സിൽ. ഇന്നിപ്പോ ടോട്ടൽ എത്ര വർഷമായി എന്ന് പറഞ്ഞു? 7 വർഷമായി. 7ാമത്തെ വർഷത്തില് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഒരു ജേർണി തുടങ്ങി ഒരു മോൾഡായി വരുന്നൊരു സമയമാണല്ലേ 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ആ ഒരു 7ാമത്തെ വർഷത്തിലെത്തുമ്പോൾ നമുക്കൊരു ഫ്യൂച്ചർ എന്ന നിലയ്ക്ക് മൗസി അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലൈക്ക് എന്താണോ പ്ലാൻ ആക്ച്വലി? ഞങ്ങള് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു 100 ഔട്ട്ലെറ്റുകൾ 8ഓളം രാജ്യങ്ങളിലായി 100 ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കുക. ഒരു 2000 തൊഴിലവസരങ്ങളിലും 2000 ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു. അതെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 250 പേര് ഇപ്പൊ മൗസിയിൽ ജോലി. അതെ, അതില് 13 പേരെന്ന് പറയുന്നത് സംസാരിക്കാനും അറിയാത്ത, കേൾവി ശക്തി ഇല്ലാത്ത 13 പേര്. ഞങ്ങളെ ഖത്തറില് ഞങ്ങൾ ഔട്ട്ലെറ്റിൽ 2 പേര്. ഓരോ ഔട്ട്ലെറ്റുകളിലും നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അവരുടെ പ്രാർത്ഥനയും അവരുടെ കുടുംബത്തിന്റെ പിന്തുണയും ഇതൊക്കെ തന്നെയാണ് മൗസിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു 2000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയൊരു സംരംഭമായി മാറുക, മൗസി ഒരു തണലായിട്ട് വരണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. കാരണം വെച്ചാല് മലബാറിലുള്ള ആളുകൾക്കൊക്കെ ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ബിസിനസ് ഒരു എന്താ പറയാ, അതിനൊരു പ്രൊഫഷണലിസം ഒന്നും കൊണ്ടുവരാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് കൊറോണക്ക് മുമ്പ് കൊറോണക്ക് ശേഷം ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുണ്ട്. നമ്മൾ കൊറോണക്ക് ശേഷമല്ലേ സ്റ്റാർട്ട് ചെയ്ത മൗസി? കൊറോണന്റെ 19 ദിവസം മുന്നേ, ലോക്ക്ഡൌണിന്റെ 19 ദിവസം. അതെ, കൊറോണ വന്നിട്ടുണ്ട് അന്ന്. അതിന്റെ മുമ്പാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം പൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മള്. 19-ാം ദിവസം പൂട്ടി. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ? അപ്പൊ അത് ആക്ച്വലി ആ ഷോപ്പ് പൂട്ടുന്ന സമയത്ത് എനിക്ക് സന്തോഷം വന്നത്. കാരണം മൗസി മാർച്ച് 1-ാം തീയതിയാണ് മൗസി ഓപ്പൺ ആവുന്നത്. മാർച്ച് 1-ാം തീയതി മൗസി ഓപ്പൺ ആകുമ്പോൾ ഞാൻ 3 സ്റ്റാഫിനെ വെച്ചിട്ട് തുറന്ന ഷോപ്പാണ്. ഒരു 2 കൊല പഴം. അങ്ങനെയായിരുന്നു ഷോപ്പിന്റെ സ്റ്റാർട്ടിങ്. പക്ഷെ ഷോപ്പ് ഓപ്പൺ ആയി ഈ സംഭവം പെട്ടെന്ന് ക്ലിക്കായി. ആളുകൾക്ക് അവിൽമിൽക്കിനായിട്ടൊരു ഷോപ്പ് പെരുന്തൽമണ്ണയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ ഒരു പൂര കച്ചവടമായിരുന്നു. പക്ഷെ ആ പൂര കച്ചവടത്തില് ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലായിരുന്നില്ല അവിൽമിൽക്ക് കൊടുത്തിരുന്നത്. കാരണം അതിനുള്ളൊരു സെറ്റപ്പോ അല്ലെങ്കിൽ ഷോപ്പിലെ സ്റ്റാഫുകളോ അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ആളുകളോ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നന്നായിട്ട് സെയിൽ നടക്കുമ്പോൾ ഞാൻ ഹാപ്പി അല്ലായിരുന്നു. ഇതെങ്ങനെയൊരു കുറച്ച് സമയം കിടക്കണം, കിച്ചൺ വലുതാക്കണം, കുറച്ച് സ്റ്റാഫുകളെ ഇതാക്കണം, അങ്ങനെയൊക്കെ ഇതും ഉണ്ടായത്. അങ്ങനെ വരുമ്പോഴാണ് 19-ാമത്തെ ദിവസം ലോക്ക്ഡൌൺ വരുന്നത്. ഞാൻ ഹാപ്പി. പൈസ ഉണ്ട്, ഇത് സക്സസ് ആവുന്ന ഉറപ്പായി.
ഇനി അങ്ങോട്ട് നല്ല വൃത്തിക്കാണ് തുടങ്ങിയാല് അതെ. ആൾക്കാരെ ഏറ്റെടുത്തോളൂ. അങ്ങനെ ലോക്ക്ഡൌണിൽ അടച്ചു, കിച്ചണൊക്കെ വലുതാക്കി, ഫുള്ള് സെറ്റാക്കി, എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഈ ആളുകൾക്ക് എങ്ങനെ സെർവ് ചെയ്യാന്നൊക്കെ ഞാൻ ഹോംവർക്ക് ചെയ്ത് അങ്ങനെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ നല്ലൊരു സെറ്റപ്പിൽ ഷോപ്പ് ഓപ്പൺ ആയി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം മുതൽ ഞാൻ അസർബൈനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ആ ഒരു ജേണി ഉണ്ടല്ലോ, ലൈക്ക് പിന്നീട് ഒരു പറക്കലായിരുന്നില്ലേ, അതെ. ഒരു ജെറ്റ് വിട്ട പോലെ ആ ഒരു പറക്കലായിരുന്നു. കാരണം പിന്നെ അവിടെ ഇടാ. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കാണാം. ഈ ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യാദൃശ്ചികമായിട്ട് സംസാരിച്ചു, കണ്ടു, പരിചയപ്പെട്ടു. ഡെഫിനറ്റ്ലി കുറച്ച് ബിസിനസ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ, മൗസി എന്ന് പറഞ്ഞൊരു ഇത്രയും ഫേമസ് ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് ആ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾ ചോദിച്ച സമയത്ത് ചെയ്തു തരാൻ പറ്റുമ്പോൾ എനിക്ക് ലൈക്ക് അതെനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം ഓക്കെ അസർ ബ്രോ എനിക്ക് വിളിച്ചിട്ട് ഇത് ചെയ്തു തരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ലൈക്ക് അത് ചെയ്തു തരാണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഹാപ്പിയാണ് നമ്മൾ ചെയ്തതിൽ 100% ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്യൂച്ചർ ഒരുപാട് പരിപാടികൾ പ്ലാനിങ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ പറയാം, നേരത്തെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി മലബാറിൽ ഈ പ്രൊഫഷണലിസത്തിന് ഭയങ്കരമായിട്ട് നോക്കി കാണുന്നത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഒരു ബിസിനസ് പ്രൊഫഷണൽ ആക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക്? അത് നാളത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് ആക്ച്വലി? ഞാൻ ഇതിപ്പോൾ മൗസി എന്ന ബ്രാൻഡ് ഞാൻ 4ാമത്തെ വർഷത്തിലാണ്. ഇതൊരു എൻ്റെ ബ്രദറായിട്ടും എൻ്റെ പിതാവായിട്ടും എൻ്റെ വല്യപ്പായിട്ടും ഒക്കെ ഈ ഒരു ഫീൽഡിലുള്ള, പക്ഷേ ഇവരെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാലം പോലെയല്ല, നമ്മളെ പൂർവികരെ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലം. ഇപ്പോഴത്തെ പ്രൊഫഷണലിസം കൊണ്ടുവന്ന മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഞാനാണ് ആ ഒരു ഫാമിലിയിൽ ആദ്യമായിട്ട് ഇതിനെ വേറെ ഒരു മുന്നേ ചെയ്ത ബിസിനസ് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഞങ്ങൾ പ്രൊഫഷണലിസം ആഡ് ചെയ്തു. അതിൽ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ്, എത്രത്തോളം ബ്രാൻഡിങ് ഉണ്ട് എന്ന്, ബ്രാൻഡിങ്ങിന് പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ്, ഈ സംഭവമൊക്കെ അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള കൺസൾട്ടന്റുകൾ ഓരോ വിഷയം വരുമ്പോൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയതാണ്. ഈ പ്രൊഫഷന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തപ്പോഴും അതെ ഓരോ ട്രെയിനിങ്ങിലും ഒക്കെ കിട്ടുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് വരുമ്പോൾ ഇതിന് ചെറിയ നിർദ്ദേശങ്ങളാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പം പ്രൊഫഷണലിസം ബിസിനസ് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലൊരു അതിൻ്റെ ഒരു പേടി ആളുകൾക്ക്, ഇപ്പം ഒരു ബ്രാൻഡിങ് ചെയ്യുക, റീബ്രാൻഡിങ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആകും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ആൾക്കാരുള്ളത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്തായിരുന്നു? ഞാനൊരു ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു കമ്പനിയുള്ള ഒരാളാണ്, DX2 ബ്രാൻഡിങ്. പക്ഷെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം, പ്രത്യേകിച്ച് നമ്മൾ മലബാറിൽ കേട്ടോ, ഫിനാൻഷ്യൽ സൈഡ് സംസാരിക്കുമ്പം അത് ബാക്കൗട്ട് അടിക്കുന്ന ഒരു മൂഡാണ്. കാരണം അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ബ്രാൻഡിങ്ങും അതിൻ്റെ ഒരു മൊത്തത്തിൽ ലുക്ക് ആൻഡ് ഫീലും കാര്യങ്ങളും, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതിനിപ്പം ചിലവാക്കേണ്ടതായിട്ടുള്ള ഒരു ഫിനാൻഷ്യലി നമ്മൾ ചിലവാക്കുന്നത് കൊണ്ട് കിട്ടുന്ന ആഫ്റ്റർ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മൗസിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ഫോക്കസ് ചെയ്യാത്തവർ, അതിനുവേണ്ടി പണം ചെലവഴിക്കാത്തവർ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ്സാണ്. അല്ല, ആ പ്രോഫിറ്റ് മാത്രം, ആ ഒരു ചിന്തയിൽ മാത്രമാണ് ചിന്തിക്കുന്നവർക്ക് മാത്രം. ബ്രാൻഡിങ്ങിൽ ഇതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ പ്രോഫിറ്റ് മാത്രം കിട്ടിയാൽ മതി. അതെ, അവർക്ക് ഈ ഒരു സംഭവത്തിന്റെ ഫ്യൂച്ചർ അത് ഇവര് പ്ലാൻ ചെയ്യുന്നില്ല. മൗസി ചെയ്തത് ഇന്നില്ലെങ്കിലും ഇതിനെന്ത് വേണം, ഞാൻ 1 വർഷം മുമ്പ് ചിന്തിച്ചതാ. അന്ന് ഞാൻ നട്ടു, ഇന്ന് ഞാൻ കൊയ്യുന്നു. അന്ന് ഞാൻ ബ്രാൻഡിങ്ങിന് ആരും വളരെ കുറച്ച് ആളുകൾ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? 90% എനിക്ക് കിട്ടുന്ന 90% ബ്രാൻഡിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്തു. അതാണ് ഭയങ്കരമായിട്ടുള്ള സംഭവം. എന്ന് വെച്ചാൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ടാണ് ആക്ച്വലി ഇത്ര ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ക്രെഡിബിലിറ്റിയിൽ ഒരു ബ്രാൻഡ് വരിക എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റർക്ക് ഒരു ബ്രാൻഡ് ബിസിനസ് ഓണറോടുള്ളൊരു ട്രസ്റ്റ് അല്ലേ? അല്ല, അയാള് ഇനിയിപ്പോ നാളെ ഒരു കോടി കൊണ്ടുപോയി കൊടുത്താലും ആ കോടി എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതാണ് ശരിക്കും ഇൻവെസ്റ്റർമാർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മൗസി പറഞ്ഞ പോലെ അത് റീഇൻവെസ്റ്റ് ചെയ്ത് ബ്രാൻഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനൊരു ഗ്രോത്തിലേക്ക് എത്തിച്ച് ഇന്നീ പറഞ്ഞ പോലെ കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആക്കി. വെറും 6 ലക്ഷം രൂപയാണ്
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലേ മൗസിയുടെ ഒരു സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ ഒരു രൂപ ഒരു ബാങ്കൊന്നും ലോൺ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഒരു രൂപ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടില്ല. ഇതില് മൗസി 6 ലക്ഷം കൊണ്ട് തുടങ്ങി അതിൽ കച്ചവടം ചെയ്ത് അതിന്ന് കിട്ടുന്ന 90% പൈസ എമൗണ്ട് അതിൽ തന്നെ ബ്രാൻഡിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ 3 വർഷമായി. ഇനി അന്ന് നമ്മൾ നട്ടു ഇന്ന് കൊയ്യുന്നു. കൊയ്യുന്നല്ലേ. ഡെഫിനറ്റ്ലി അടുത്ത് ഇനി നമ്മൾ US UK പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൗസി എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? എന്ത് സംശയം? തീർച്ചയായിട്ടും ആ, ഒരു സംശയവും എന്തായാലും ഇല്ല. നടക്കില്ലേ? ഉടനെ വരും. ഉടനെ വരും. ഉടനെ വരും. പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്ലാനിംഗ് ഒക്കെ ഒന്നുണ്ട്, എൻക്വയറി ഉണ്ട്. എൻക്വയറി ഉണ്ട്. ഓ Enquiry. നൈസ് നൈസ്. ഏതൊക്കെ കൺട്രീസിനാണ് ഇപ്പൊ എൻക്വയറി? ലണ്ടൻ, കാനഡ. കാനഡ. അടിപൊളി അടിപൊളി. ഒന്നും പറയാനില്ല. അപ്പൊ ഇനി മലേഷ്യ, ലണ്ടനിലേക്ക് നമുക്കും പോവാം. ലണ്ടൻ, കാനഡ, മലേഷ്യ, തായ്ലൻഡ്. തായ്ലൻഡ്. ഈ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ മൗസി എന്ന ബ്രാൻഡ് എത്താൻ ചാൻസ് ഉണ്ട്. എയർപോർട്ടുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നുണ്ട്. അവസ്ഥ? ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ആ, ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലല്ലേ നമ്മളുടെ ആദ്യത്തെ ഷോപ്പ് ഉണ്ടായിരുന്നത്. ഒരു ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ചെറിയൊരു ഷോപ്പ്. അതിൽ നിന്നും നമ്മളൊക്കെ കഴിക്കുന്ന 10 രൂപ 20 രൂപയും കൊടുത്തിട്ട് കഴിക്കുന്ന അവിൽ മിൽക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് ഇന്നിപ്പോ നമ്മളൊരു മിനിമം പ്രൈസിങ് എത്ര വരുന്നത്? 30 രൂപ മുതൽ നമ്മള് ഇപ്പോഴും 30 രൂപ. starting ഉണ്ട്. അന്ന് 30 രൂപ. മാളുകളില് ഓരോ ഇതിനനുസരിച്ചിട്ട് മാറും. ലൊക്കേഷൻ അനുസരിച്ചിട്ട് location നമ്മൾ അനുസരിച്ച് അതിന്റെ ഒരു പ്രീമിയം, എന്നാലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ഇപ്പോഴും അത് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഫാമിലി കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. അതായത് ഒരു ഫാമിലി ഇറങ്ങിയ മൗസിയിൽ എഴുതിയാണെങ്കിൽ 100 രൂപക്കും ഒരു ഫാമിലിക്ക് കഴിച്ചു പോവാം. 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ഒരു 3-4 പേരുണ്ടെങ്കിൽ 1000 രൂപക്കും കഴിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇനി എത്ര വെറൈറ്റീസ് ഓഫ് അവിൽ മിൽക്സ് നമ്മുടെ 60 വെറൈറ്റി 60 വെറൈറ്റിയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇനി അത് പ്ലാൻ ഉണ്ടോ കൂടുതൽ വെറൈറ്റിയിലേക്ക്? അവിൽ മിൽക്കിൽ ഇനി നമ്മള് ചെറിയ വെറൈറ്റികളെ വരുള്ളൂ. ആക്ച്വലി ബനാന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതായത് ഒരു വർഷത്തിൽ 100 ബില്യൺ ആളുകൾ 100 ബില്യൺ ബനാന കഴിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ. ലോകം മൊത്തമാണോ? ലോകത്തില്, വേൾഡില്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബനാന ബേസ്ഡ് ബ്രാൻഡാക്കി മൗസിയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ വിഷൻ. അതുകൊണ്ട് തന്നെ ബനാനയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനി മൗസിലേക്ക് വരാൻ പോവാണ്. എന്തിന് നമ്മള് പഴം തന്നെ വിൽക്കും. പഴം തന്നെ നമ്മളൊരു ബ്രാൻഡാക്കി മൗസിന്റെ പേരിൽ വെക്കും. ഓക്കെ. അപ്പം ഒരു അവിൽ മിൽക്കിൽ മാത്രം ഒതുങ്ങാനുള്ള ഒരു പ്ലാൻ അല്ല. ബ്രാൻഡ് ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ അച്ചീവ്മെന്റ് ആണ് ഇത്. വെച്ചാൽ അത്രയും ഒരു ബൂമിങ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ശരിക്കും പറഞ്ഞ ഒരു 100 ബില്യൺ ആളുകൾ വരാൻ അയക്കുന്നുണ്ടെങ്കിൽ 1 മില്യൺ ആളുകൾ നമ്മൾ കഴിക്കട്ടെ അല്ലേ? കഴിക്കട്ടെ. പല ആളുകളുടെ ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, ഇതിപ്പോ ഒരു ബ്രാൻഡായി, ഒരാൾ കോപ്പി ചെയ്തു, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നു. ഈ കോമ്പറ്റീറ്റേഴ്സ് വരുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അസർബൈൻ്റെ ഒരു ടേക്ക്? കോമ്പറ്റീറ്റേഴ്സ് അത് ബിസിനസ് നല്ലതാണ്. നമ്മള് ഒന്നും കൂടി നമ്മള് ബൂസ്റ്റ് ചെയ്യാൻ നോക്കും. പുതിയ കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ആക്കാനുള്ള പരിപാടികൾ. പക്ഷെ നിലവില് മൗസിക്ക് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് വേറെ കുറവാണ്. ഞങ്ങൾക്ക് കൂടുതലുള്ളത് ഈ കോപ്പി ഷോപ്പുകളാണ്. മൗസിനെ കോപ്പി ചെയ്തിട്ട് അതായത് പേര് പറഞ്ഞില്ല. ഇല്ലല്ല, അവിടെ തന്നെ ഉണ്ട്. അതെ, ഇപ്പൊ പച്ചയും മഞ്ഞയും ഷോപ്പ് പേരുണ്ടാവും. പച്ചയും മഞ്ഞയും കളർ ഇട്ട് മൗസിയുടെ പേരിന്റെ അപ്പുറപ്പുറമൊക്കെ മാറ്റിയിട്ട് ബനാന അവിൽ മിൽക്കിന്റെ പേരിന്റെ അപ്പുറപ്പുറമൊക്കെ മാറ്റിയിട്ട് കേരളത്തിൽ ഒരുപാട് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നേരിടുന്ന പ്രയാസം തോന്നുന്നു കഴിഞ്ഞാൽ ഇത്തരം ഷോപ്പുകൾ പോയിട്ട് ആളുകൾ അവിൽ മിൽക്ക് കുടിക്കും, എന്നിട്ട് നമുക്ക് വിളിക്കും, നിങ്ങളെ മൗസിത്തെ വേങ്ങരത്തെ ബ്രാഞ്ചില് ടേസ്റ്റ് ഇല്ല. നമുക്ക് ഇന്നലെ വന്ന കംപ്ലൈന്റാ, വേങ്ങര ബ്രാഞ്ചില് അവിൽ മിൽക്കിന് ടേസ്റ്റ് ഇല്ല. എന്താ അങ്ങനെ? വണ്ടൂരത്തെ ബ്രാഞ്ചില് അവിൽ മിൽക്കിന് ടേസ്റ്റ് ഇല്ല, അതെന്താ അങ്ങനെ? കണ്ണൂരത്തെ ബ്രാഞ്ചിൽ അവിൽ മിൽക്കിന് ടേസ്റ്റ് ഇല്ല, അതെന്താ അങ്ങനെ? ചോദിച്ചിട്ട് മെസ്സേജ് ഇങ്ങനെ വരും, അവിടെ നമുക്ക് ബ്രാഞ്ച് ഇല്ല. നല്ലൊരു ഇൻഫർമേഷൻ. ശരിക്കും നമുക്ക് അത് ഔട്ട് ചെയ്യേണ്ട സാധനമാണ്. കാരണം വെച്ചാല് മൗസിയുടെ സെയിം മാസ്റ്റർ കോപ്പികള് വിൽക്കുന്ന സാധനത്തിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മൗസിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ എന്തായാലും ഒരു അവയർനെസ് പോലെ നമുക്ക് ഈ വീഡിയോ ഇടാം. അപ്പൊ ഞാൻ അതൊരു ഇതായിട്ട് തന്നെ എടുത്തു തരാം. അതായത് മൗസിയുടെ കളർ തീമിലും അതേപോലെ തന്നെ മൗസിയുടെ യെല്ലോ ഗ്രീൻ കളർ തീമിലും അതേപോലെ തന്നെ മൗസിയുടെ പേരുമായിട്ട് സാമ്യത്തിലും ലോഗോയുടെ സെയിം പേരന്റെ മൗസിന്റെ
അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തിട്ട് ബനാന മിൽക്കിന്റെ അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ടും കേരളത്തിൽ 100ഓളം ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 100ഓളം ഷോപ്പുകളുണ്ട്. അതെ. അപ്പോൾ ഈ ഷോപ്പുകളിലൊക്കെ മൗസിയുടെ ഈ ആഡും മൗസിയുടെ സർവീസും അനുഭവിച്ചവര് എന്ത് ചെയ്യും, ഈ ഷോപ്പിലേക്ക് പോകും. പിന്നെയൊക്കെ നമ്മൾ വിളിക്കുക, നിങ്ങൾ വേങ്ങരത്തെ ഷോപ്പിൽ പോയിരുന്നു, ടേസ്റ്റ് ഇല്ല. കണ്ണൂരത്തെ ഷോപ്പിൽ പോയിരുന്നു, ടേസ്റ്റ് ഇല്ല. ഞങ്ങളോട് അവർ പറഞ്ഞു കൊടുക്കും, സാർ അത് ഞങ്ങൾക്ക് അവിടെ ഒന്നും ബ്രാഞ്ച് ഇല്ല, നിങ്ങൾ മൗസിയിൽ തന്നെ കഴിക്കുക. മൗസിയത്തെ അവൽ മിൽക്കിന്റെ ടേസ്റ്റും അത് സർവീസും വ്യത്യസ്തമാണ്, അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഇപ്പം നമ്മൾ നേരിടുന്നുള്ളൂ. അല്ല കോമ്പറ്റീറ്റർ രീതിയിൽ മൗസിക്ക് നിലവിലില്ല, പ്രശ്നങ്ങളൊന്നും. അപ്പം ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ അല്ല, ഞങ്ങളെ ബ്രാൻഡിനെ കോപ്പി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതിൽ എനിക്ക് പറയാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല. ഓല് ഓൾറെഡി തുടങ്ങി, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പൊ എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ ലുക്ക് ആൻഡ് ഫീലെങ്കിലും മാറ്റിയിട്ട് വേറൊരു ബ്രാൻഡ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം സക്സസ് ആവും. അപ്പം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഫില്ലി എന്ന ബ്രാൻഡിനെ അറിയാം, ഒരുപാട് ബ്രാൻഡുകൾ, ചായൻ്റെ ബ്രാൻഡ് ക്ലബ് സുലൈമാനിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഷാഫിക്ക നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ക്ലബ് സുലൈമാനി പോലുള്ള ബ്രാൻഡ്, ഇവരൊക്കെ ഒരുപാട് ടീ ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. സിമിലർ ലുക്ക് ആൻഡ് ഫീൽ ഒന്നും പോലും തുടങ്ങിയിട്ടില്ല. ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് തന്നെ അറിയുന്ന ബ്രാൻഡുകളാണ്. അപ്പം ഒരു ഫുഡ് ബിസിനസ് ആണ് എസ്പെഷ്യലി കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റു പണ്ടത്തെ പോലെ സീക്കേടെ ഡ്രസ്സും ഈ പറഞ്ഞ ഷർട്ട്സും പാൻസും ഒക്കെ കോപ്പി അടിക്കുന്ന പോലെയാണ് ഇപ്പം ഫുഡ് ബ്രാൻഡുകളും കോപ്പി ചെയ്തിട്ട് തുടങ്ങുന്നത്. അത് മാറ്റി പിടിച്ച് നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീൽഡിൽ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് പോലെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ക്യാമറ നോക്കി പറഞ്ഞു. പൗലോ കോലോയുടെ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൽ ഇയാളൊരു നിധി തേടി പോകുന്ന ഒരു സംഭവമുണ്ട്, ഒരു മന്ത്രവാദിന്റെ അടുത്ത്. അപ്പൊ ഇയാൾ ഈ മന്ത്രവാദിനോട് ചോദിക്കും, ഇങ്ങനെ നിധി ഉള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എടുത്തുകൂടായിരുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്, ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്. ഞാൻ നീയാകാൻ ശ്രമിച്ചാൽ ഞാൻ നീയുമാകില്ല, ഞാനുമാകില്ല. അതാണ് അവരുടെ. മൗസി എന്ന് പറയുന്നത് എൻ്റെ ഡ്രീമാണ്, എൻ്റെ വിഷനാണ്, എനിക്ക് നൽകിയ ദൈവാനുഗ്രഹമാണ്. ഇത് അവർക്ക് കോപ്പി അടിക്കാൻ കഴിയില്ല. സത്യമാണല്ലേ? തീർച്ചയായിട്ടും ഞാനും അത് ഈ സെയിം സാധനം ഞാനും പറയല്ലോ കേട്ടോ. എങ്ങനെ വെച്ചാല് ഒരു എന്നോടും ചോദിക്കും കോമ്പറ്റീഷൻ ഉണ്ടോ? ഹെവി കോമ്പറ്റീഷൻ അല്ലേ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗിൽ? ഞാൻ എന്ന് വെച്ചാല് ഞാനൊരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാല് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചെയ്യും. ഞാൻ നന്നായി കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് നന്നാവും, ഞാൻ നന്നായിക്കില്ലെങ്കിലോ അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇനി ആരൊക്കെ കോപ്പി അടിക്കാൻ നോക്കിയാലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നപ്പോൾ ഇന്നിപ്പോൾ അസർ ഭായ് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നിൽ നിങ്ങൾ എന്തോന്ന് കണ്ടിട്ടായിരിക്കും വിളിച്ച് ഞങ്ങൾ വരുമല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് നേരത്തെ അസർ ഭായ് പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ നോക്കണ്ട. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടാവാതിരിക്കില്ല. തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുത്ത് അതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോവാ അല്ലേ?